ഹലോ ഗൈസ്, വീണ്ടും എല്ലാവർക്കും ഒരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സ്പോട്ടിൽ ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നത്തെയും പോലെ ഇന്നും മീനടിക്കുമെന്നൊരു പ്രതീക്ഷ. അതാ എന്നത്തെയും പോലെ ഒരു ചെറിയ രോഹുവിൻ്റെ കുട്ടി തന്നെ. എന്തായാലും നോക്കി നോക്കാം. എന്തോ ഒരു നീർക്കാക്ക അതിൻ്റെ മീൻ പിടുത്തവും കഴിഞ്ഞ് പോണ്. ഇത് ഒരു കൊക്ക്, അത്തവടച്ചാൻ കൊക്ക്. പുള്ളി കുളവാഴയുടെ പുറത്തുകൂടെ നടന്നു തിരികെയാണ് തെക്ക് വടക്കന. നല്ല വെയിലുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. മീനടിക്കും. നമ്മൾ കഴിച്ചുകൊണ്ട് എറിഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ സിലോപ്പി കണ്ടില്ലേ, നല്ല സൂപ്പർ ഒരു സിലോപ്പിയാണ് അടിച്ചിട്ടുള്ളത്. ഏകദേശം ഇത്ര സൈസുണ്ട്. നല്ല വെറൈറ്റി കിട്ടില്ല കണ്ണ്, ഉണ്ടക്കണ്ണ. ഗായ്സ്, അങ്ങനെ ആദ്യത്തെ മീൻ ഇതാ ഞങ്ങൾ കറ്റാലിൽ കയറ്റി വെള്ളത്തിലോട്ട് എറിയുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിക്കാണ് വന്നത്. ഫസ്റ്റ് മീൻ അടിച്ചപ്പോൾ 12:30 മണിയായി. വെയിറ്റ് ചെയ്ത് കാണാം. ഗായ്സ്, ഒരു നീർക്കോലി കിഴഞ്ഞു പോയാണ് വെള്ളത്തിൽ കൂടെ. നീന്തി ഒരു പോക്ക്. കണ്ട നീർക്കോലിയെ കണ്ട. നമ്മളെ നൻപൻ ചൂണ്ട വലിച്ചെടുക്കണ്. ഒരു തേങ്ങയില്ല. കണ്ണിലെറിഞ്ഞ് കാണിച്ച് കാട്ടി തരുന്നുണ്ട്. എൻ്റെ ചൂണ്ടവലി അതിനെയും കൂടെ വലിച്ചിടാ, കമ്പനിയും കൂടെ. അതാകുമ്പോ ഇനി ഇറങ്ങണ്ട വെള്ളത്തിലോട്ട്. ഇറ തീന്നവിടെ ഇര വയ്ക്കണം. നോക്കാം നമുക്ക്. സമയം 1 മണിയായി. ആകപ്പാടെ കിട്ടിയ ഒരേ ഒരു സിലോപ്പി. കൊരുത്ത് എറിഞ്ഞ് കയറ്റി കൊരളിയേ കൊടത്. സിലോപ്പി എണ്ണനെ എറിഞ്ഞ് കയറ്റി കൊടത്. എടുത്ത് തിന്നണ സിലോപ്പി എണ്ണനെ കൊടത്. എറിഞ്ഞ് കയറ്റി കൊടത്. പണി കലാശ്, കല്യാണം. കേറി വാ സിലോപ്പി എണ്ണനെ കയറ്റി ഇട്. കൊട്, അണ്ണന്റെ വായിലടിച്ച് കയറ്റി കൊട്. ഏറ്റവും വലിയ സിലോപ്പി. ഇതാണ് വെള്ളയണിക്കല്ല ഏറ്റവും വലിയ സിലോപ്പി. ഇതിനെ വല്ലതും വലുതില്ലെന്നാണ് പറയണത്. ഇത് കണ്ടില്ലേ, ഈ കിഴങ്ങ് എങ്ങനെ കയറി വന്നു. തേച്ചിട്ട് പോയ പെണ്ണും ചൂണ്ടയിൽ അടിച്ചു പോയ മീനും ഒരുപോലെയാണ്. അത് വെള്ളം തെറിച്ചല്ലേ, മറ്റേ അതിൻ്റെ ഉണ്ടാ മീനുണ്ടാ? മീനുണ്ട്, സിലോപ്പി. ചെറുതായിരിക്കും. ചെറുതുണ്ട്, തീറ്റ അതുപോലെ കിടക്കണം. നമ്മളടിച്ചിടുമ്പോ എപ്പോഴും സിലോപ്പി ചെറുത്. ഇല്ല എപ്പ അടിച്ചിട്ടാലും സിലോപ്പിയും, അല്ലെങ്കിൽ കാപ്പിട്ട കുട്ടിയും, അല്ലെങ്കിൽ കാരി. ചെറുതാണ് ഗൈസ്. നേരത്തെ പിടിച്ച സൈസ് ഉണ്ടല്ലേ? രണ്ടാമത്തെ അടിച്ച് പോയി. 2 എണ്ണം അങ്ങനെ പോയി.
അളിയാ മീനടിച്ച് പൈപ്പോടെ കളയുന്നു. ചെറുതൊന്ന് പോയാടാ. പോയാ എന്താ കിളിക്ക് പോവല്ലേ. മീനുണ്ട് സിലോപ്പി. പരിചയനേടേ ചെറുത് നല്ല ചെറുതാ. ചെറുത് തന്നെ ഉണ്ടായി. അയ്യോ എടുത്തെറിയടാന. ഇതിന് വേണ്ട അപമാനം, സ്പൈഡറിനെ അപമാനം. ഇങ്ങോട്ട് കടക്ക് വെള്ളത്തിൽ അങ്ങനെ അതും പോയി. മൂന്നാമത്തെ സിലോപ്പി, ഗിഫ്റ്റ് സിലോപ്പി. ഇപ്പം പണി തന്നെ, കയ്യിലൊരു ഗിഫ്റ്റ് തന്നെ. ഇതേടാ പമ്പരം കറങ്ങണം, പമ്പരം കണക്കിന് കണങ്ങി. മുമ്പ് ചൂണ്ടയിലടിച്ച മീനാണ് കേട്ടത്. കൂടെ ഒരു ഓട്ട, വേറൊരു ഓട്ട സ്റ്റഡ് അടിച്ചിട്ട് കൊടുക്കാം ഇവിടെ. ഗൈസ് ഇന്നത്തെ ലാസ്റ്റ് മീനാണ് ഗൈസ്. നല്ലൊരു മീനാണെന്നാണ് സൈസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. നല്ല മീനാണെന്നാണ് തോന്നണത്. സിലോപ്പി തന്നെ എന്തായാലും. അതാ ഫൗൾ അടിച്ചതുണ്ട്, ഫൗൾ അടിച്ചതെന്നാണ്. ചെറുതാണ് ഗൈസ്, നമ്മൾ തേങ്ങതാണ് ഗൈസ്. അയ്യോ കൊച്ചു രോഹു ഗൈസ്. ഇന്നിൻ്റെ വൈകുന്നേരം ആയപ്പോൾ രോഹു അടിപ്പിക്കുകയാണ് ഗൈസ്. ഇന്നും വൈകുന്നേരം ചെറിയ രോഹുവും കൊണ്ട് തിരിച്ചു വിടക്കുവാണ് നമ്മളെ പരിപാടി ഗൈസ്. ഇന്നും ഓരോ ചെറുത് കിട്ടും, തിരിച്ചു വിടും. ഇന്നലെയും കിട്ടി, അതും തിരിച്ചു വിട്ടു. ഇത് മൂന്നാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ഗൈസ്. പോയി വളർന്നിട്ടേ ഒരു 15 കിലോ ആയിട്ട് വന്ന് പിടിപ്പോ. പെണ്ണിനെയും പിഞ്ചിനെയും നോവിക്കാൻ പാടില്ല. അതിനെ തിരിച്ചു വിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ചെറുത് കൊണ്ടുപോയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫിഷിങ് നിർത്തിയിരിക്കുകയാണ്. സമയം 6:30 മണിയായി. ഞങ്ങൾ ഫിഷിങ് നിർത്തി. ഇന്നപ്പോഴും ഒരു 3-4 സിലോപ്പി, അത്ര തന്നെ ഇന്നത്തെ വേട്ട. ഒരു 4 സിലോപ്പി ഇന്ന് കിട്ടിയ മീൻ. അതിലൊരെണ്ണം ചെറുതാണ്. പിന്നെ അതിനെടുത്ത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേൽചുണ്ട് നേരത്തെ നഷ്ടമായൊരു മീനാണ്. അതുകൊണ്ടാണ് അതിനെ പിന്നെ കയറ്റിയത്. കാക്കകളും പക്ഷികളും എല്ലാം കൂടണയാൻ പോവുകയാണ്. അതോടെ നമ്മളും വീട്ടിലോട്ട് പോവുകയാണ്. ഒരു അലഞ്ഞു തിരിഞ്ഞൊരു കിളി, പേര് സോമൻ, അലച്ചിക്കിളി. അപ്പോൾ ശരി ഗൈസ്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ മിക്കവാറും കരിമീൻ വേട്ടയായിരിക്കും. ഇതാണ് നമ്മുടെ സ്ഥലം. കായൽ കംപ്ലീറ്റ് കുളവാഴയാണ്. ഈ കായൽ മൊത്തം ചെടി വാഴയാണല്ലോ, അല്ല കുളവാഴയാണല്ലോ. ഇതാ വീണ്ടും ആ കിളി, അലഞ്ഞിരിഞ്ഞിടക്കണ കിളി. ഇതോ നീർക്കാക്ക പോണ്. എന്നാ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാ.